നമസ്കാരം. ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് കേരളം മുഴുവൻ ഭക്തിയുടെ ലഹരിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. കാരണം നന്ദഗോവിന്ദം ഭജൻസ് എന്ന ഒരു ടീം കേരളത്തിൽ വന്നതോടെ ജനങ്ങളുടെ മനസ്സിൽ ഭക്തി കൂടുന്നുണ്ടോ എന്നൊരു സംശയം. എത്ര പേരാണ് അത് വീക്ഷിക്കുന്നത് കൂടാതെ പാടുന്നതിനൊപ്പം പാടുകയും ചെയ്യുന്നു. അതുപോലെ കേരളത്തിൽ ധാരാളം നാരായണൻ ഗ്രൂപ്പുകൾ ഉടലെടുത്തിട്ടുണ്ട്. നാരായണം പഠിക്കാനും ഭാഗവതം പഠിക്കുവാനും രാമായണം പഠിക്കുവാനും ഒക്കെ ധാരാളം പേർ മുന്നോട്ട് വരുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ധാരാളം ഗാനസംഘടനകളുണ്ട്. കരോക്കെ വെച്ചും അല്ലാതെയും പാടുന്ന ധാരാളം ഗ്രൂപ്പുകൾ ഇന്ന് കേരളത്തിലുണ്ട്. തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ ഏകദേശം 250ഓളം കരോക്കെ ഗാനസംഘമേളകളുണ്ടെന്നാണ് അറിവ്. അതുപോലെ മറ്റൊരു കാര്യമാണ് തിരുവാതിരക്കളി. തിരുവാതിരക്കളി ഇന്ന് കേരളത്തിൽ സദാ എല്ലാ മേഖലകളിലും, ക്ഷേത്രങ്ങളായിരുന്നാലും മറ്റ് ഒരു ആരംഭ ചടങ്ങുകളിലായിരുന്നാലും ഏത് വേളകളിലും ഇപ്പോൾ തിരുവാതിരക്കളി അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഭജനയായി, തിരുവാതിരക്കളിയായി, കരോക്കെ ഗാനമേളയായി ഭക്തി ലഹരിയിൽ നമ്മുടെ ജനങ്ങൾ മറിയുകയാണ്. ഇങ്ങനെ മറിയുമ്പോൾ ഇവരുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ? ഇന്ന് നാം കാണുന്ന കേരളത്തിൽ എന്തുമാത്രം അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നു. കുത്തുന്നു, കൊല്ലുന്നു, വെട്ടുന്നു, മുറിക്കുന്നു, കൂടാതെ ആത്മഹത്യ ചെയ്യുന്നു. ഇതിനെല്ലാം ഒരു പരിഹാരം ഈ സംഘടനകൾക്കുണ്ടാകുമോ? അതോ വെറുതെ സമയം കളയുവാൻ വേണ്ടിയാണോ? അതോ മനുഷ്യൻ്റെ മനസ്സിൽ ഇതാഴ്ന്നിറങ്ങുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിന് സ്വഭാവം മാറ്റം വരുമോ? ഇതൊക്കെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നാലും ഒരു കാര്യം വളരെ തീർച്ചയാണ്, ഇതെല്ലാം നടത്തുന്നത് യുവാക്കളല്ല, പ്രായം ചെന്നവരും അതിൻ്റെ കൂടെ അല്പം കുട്ടികളും മാത്രമാണ് ഈ സംഘത്തിൽ പങ്കെടുക്കുന്നത്. യുവാക്കൾക്ക് എന്ന് മനം മാറും, അത് നാം കാത്തിരുന്നേ പറ്റുകയുള്ളൂ. എന്തായിരുന്നാലും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അനിവാര്യമാണ്. ഭജന അനിവാര്യമാണ്, പാട്ട് അനിവാര്യമാണ്, തിരുവാതിരക്കളി അനിവാര്യമാണ്. അതുപോലെ എല്ലാ തരത്തിലുള്ള അർച്ചനകളും പ്രഭാഷണങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് ശുദ്ധമാകുകയുള്ളൂ എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഈ രീതിയിലൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ കേരള ജനതയുടെ ബുദ്ധിക്ക് അല്പം വ്യത്യാസം വന്നുകൂടായികയില്ല. കേട്ടാൽ മാത്രം പോരാ, അത് കേട്ട് പ്രവർത്തിക്കുകയും വേണം. അതിനുള്ള മനസ്സും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ഒരു 1-2 വർഷത്തിനുള്ളിൽ കേരള ജനതയുടെ മനസ്സ് നല്ല മനസ്സായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.